എടാ ആൽവി, ഇന്നെങ്കിലും ഒന്ന് നേരത്തെ എഴുന്നേറ്റൂടെ നിനക്ക്? ഒരു 5 മിനിറ്റൂടെ. നീ ലേറ്റ് ആകലിന്റെ ബ്രാൻഡ് അംബാസഡർ ആണെന്നുള്ളതൊക്കെ ശരി തന്നെയാ. പക്ഷേ ജൂനിയേഴ്സ് വരുന്ന ഈ ഒരു ദിവസമെങ്കിലും നേരത്തെ കോളേജിൽ പോകണ്ടേ നമുക്ക്? ജൂനിയേഴ്സ് ഈ ഒരു ദിവസത്തേക്ക് മാത്രമല്ലല്ലോ അങ്ങോട്ട് വരുന്നത്. ഇനിയെന്നും അവരവിടെ തന്നെ കാണുമല്ലോ. നീ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, ഇന്നത്തെ കളക്ഷൻ എടുപ്പ് മുടക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ നീ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്നാലും നീ നേരത്തെ വരില്ല അല്ലേ? എനിക്കൊന്നും വയ്യ. ആൽവി, ഇപ്പൊ നീ എന്റെ കൂടെ വന്നില്ലാന്നുണ്ടെങ്കില് ഇന്ന് നീ കോളേജിലേക്ക് വരില്ല. ഞാൻ പോകുമ്പോ നിന്നെ പൂട്ടിയിട്ടിട്ട് പോവും. ഇവ സമ്മതിക്കില്ല. ഞാൻ ദേ വരുന്നു. എടാ, സൈവ വന്നിട്ടുണ്ടാകുമോ? അവള് വന്നിട്ട് നേരം കുറയായി. നീ കുളിക്കാൻ പോയപ്പോഴത്തിട്ട് അവൾ എന്നെ കിടന്ന് വിളിക്കുക. ഞാൻ ഫോൺ എടുത്തില്ല. അതെന്താ എടുക്കാഞ്ഞേ? ഇന്നലെ അവള് കോളേജിൽ വരാനുള്ള ടൈം പറഞ്ഞാ വിട്ടത്. ആ സമയത്ത് കാണാഞ്ഞതുകൊണ്ടാ വിളിച്ചത്. എടുത്തിരുന്നേല് നീ ലേറ്റ് ആയതിന് ഞാൻ തെറിയേക്കേണ്ടി വന്നേനെ. ഇനിയിപ്പോ ഒരുമിച്ച് കേൾക്കാം അല്ലേ? എവിടെയായിരുന്നടാ കോഴികളെ ഇത്രയും നേരം? എത്ര തവണ നിന്നെയൊക്കെ ഞാൻ വിളിച്ചു. ഫോൺ കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. നിനക്കറിയില്ലേ, എന്നത്തെ പോലെ ഇവനാ ഇന്നും ലേറ്റ് ആയത്, അല്ലാതെ ഞാനല്ല. ഇവൻ ലേറ്റ് ആയതിന് ഞാൻ എന്തിനാ ചീത്ത കേൾക്കുന്നതെന്ന് വെച്ചിട്ടാ ഫോൺ എടുക്കാഞ്ഞ്. വായി നോക്കാൻ ആദ്യം വേണ്ടത് കുറച്ച് പങ്ക്ച്വാലിറ്റിയാ. നിനക്കൊന്നും അതില്ല. പിന്നെ എന്തിനാ വായി നോക്കാൻ വരുന്നേ? ഞങ്ങള് പോയി നോക്കുന്നതൊക്കെ അല്ല, നീ എന്തിനാ നേരത്തെ വന്നത്? അത് ഞങ്ങളെക്കാളും മുന്നേ. അതെന്താ, നിങ്ങൾക്ക് മാത്രമേ വായി നോക്കാവുള്ളൂ? ഞാൻ നോക്കിയാലൊക്കത്തില്ലേ? നീ ഞങ്ങളെപ്പോലെ ജൂനിയർ ഗേൾസിനെ നോക്കാൻ പോവാ? എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. ഞാൻ എല്ലാരെയും നോക്കും. ദേ അങ്ങോട്ട് നോക്കിയേ, ആ കുട്ടി കൊള്ളാം അല്ലേ? ഏത്? ദോ ആ വരുന്നത്. നമുക്കൊന്ന് വിളിച്ച് പരിചയപ്പെട്ടാലോ? അത് വേണോ? അതിനെ കണ്ടിട്ട് ഒരു പാവം കൊച്ചായിട്ടാ തോന്നുന്നത്. ആണോ? നീ അങ്ങനെ പറയാറില്ലല്ലോ. അപ്പൊ എന്തോ ഉണ്ട്. ആ കൊച്ചിനെ വിളിച്ച് പരിചയപ്പെട്ടിട്ട് തന്നെ കാര്യം. ഏയ്, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ താൻ തന്നെ, ഇവിടെ വാ. എന്റെ പേരെന്താ? മിശ്ര. മിശ്ര മഹാദേവ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഓ, അപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? താൻ എവിടെയാ സ്റ്റേ? ഇവിടെ അടുത്താ എൻ്റെ വീട്. ചേച്ചി, പിന്നെ എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് പറഞ്ഞു തരുമോ? ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഒരു ബിൽഡിംഗ് കാണാം. അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ. താങ്ക് യു ചേച്ചി. എന്നാ ഞാൻ പോട്ടെ? പോവാണോ? കുറച്ചുകൂടി വെയിറ്റ് ചെയ്താല് നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട, അത് പോയിക്കോട്ടെ. താൻ പോയിക്കോ. ഫസ്റ്റ് ഡേ അല്ലേ? ഇവൻ പറയുന്നത് പോലെ വെയിറ്റ് ചെയ്യാൻ നിന്നാല് താൻ ലേറ്റ് ആവും. നീ എന്താ കൊച്ചിനോടൊന്നും ചോദിക്കാതിരുന്നേ? എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട്. സാധാരണ നീ പെൺകുട്ടികളോട് ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നേ. പിന്നെ ഇവിടെ മാത്രം എന്ത് പറ്റി? ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ പെരുമാറട്ടെ. എന്തായാലും എനിക്ക് കൊച്ചിനെ ഇഷ്ടമായി. ആ ഇഷ്ടം സഹോദരി എന്നുള്ള നിലയിൽ മാത്രം മതി. കാരണം അവൾ ഈ ആൽവിന്റെ പെണ്ണ. നീ അതിനോട് മിണ്ടാതിരുന്നപ്പോ ഞാൻ കരുതി നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടാവുന്നു. നിനക്ക് വിളിക്കാൻ എന്തോരം ഗേൾസ് ഉണ്ടടാ ഈ കോളേജില്. അവളെയെങ്കിലും ഒന്ന് വെറുതെ വിടടാ. എടാ, ഇത് അതുപോലെയല്ല. ഞാൻ സീരിയസാ. മറ്റുള്ളവരെ പോലെയല്ല ഞാൻ അവളെ കാണുന്നത്. അവള് എനിക്കുള്ളതാ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. നീ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കാതിരിക്കുന്നതാ നല്ലത്. സൈവ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമുക്ക് സെറ്റാകാന്ന്. അതിന് നീ സമ്മതിച്ചിരുന്നേല് ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ. ഇനിയും
വൈകിട്ടൊന്നുമില്ല, നീയൊന്ന് മനസ്സ് വെച്ചാല്. ഞാൻ മനസ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് നിനക്കൊരു സ്നേഹമില്ലാത്തേ? എനിക്ക് സ്ട്രോബെറി മിൽക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ അപ്പന്റെ കയ്യിൽ നിന്ന് സത്യം ചെയ്ത് വാങ്ങിയിട്ടുള്ളതാ. സ്ട്രോബെറി മിൽക്കിന്റെ ഫാക്ടറി ഉള്ള ചെക്കനെ കൊണ്ട് എന്നെ കെട്ടിക്കാവൂന്ന്. ഇനിയിപ്പൊ ഞാൻ വേറെ ചെക്കനെ കെട്ടാൻ സമ്മതിച്ചാലും അപ്പൻ അത് സമ്മതിക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഒരു സ്ട്രോബെറി മിൽക്കിന്റെ ഫാക്ടറി തുടങ്ങിയിട്ട് വാ. അപ്പൊ നമുക്ക് ആലോചിക്കാം. അതിലും നല്ലത് ഞാൻ വേറെ ആരെങ്കിലും കേട്ടിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതാ. എന്നാ നീ അങ്ങനെ ചെയ്യും, അതായിരിക്കും നല്ലത്.